ഹായ്. നമ്മൾ ഇന്നിവിടെ ട്രൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോം ഓട്ടോമേഷൻ പ്രൊഡക്ട്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റിനെ എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഓട്ടോമേഷനാണ് ഉള്ളത്. ഒന്ന് വയേർഡ് ഹോം ഓട്ടോമേഷൻ, പിന്നെ ഒന്ന് വയർലെസ് ഹോം ഓട്ടോമേഷൻ. ബ്രോഡ്ലി നമ്മൾ പറയുമ്പോൾ വയേർഡ് ഹോം ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഓട്ടോമേഷൻ ഡി ബി വേണം. സാധാരണ ഇലക്ട്രിക്കൽ ഡി ബി അല്ല, തൊട്ടടുത്ത് തന്നെ ഓട്ടോമേഷൻ ഡി ബി ഉണ്ടാവും. നമുക്ക് ഏതൊക്കെ ഓട്ടോമേഷൻ ചെയ്യണോ അവിടെ നിന്നുള്ള എല്ലാ കേബിൾസും പുള്ള് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ഓട്ടോമേഷൻ ഡി ബിയിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ നിന്ന് ടച്ച് സ്വിച്ചസ് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ നമ്മൾ പറയാം വയർഡ് ഓട്ടോമേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്രൈറ്ററി ബസ്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KNX ബസ്. പ്രൊപ്രൈറ്ററി ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്സ് എന്ന് പറഞ്ഞാൽ ഫിലിപ്സിൻ്റെ മാത്രം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റൂ. ഷ്നൈഡർ എന്ന് പറഞ്ഞാൽ ഷ്നൈഡറിൻ്റെ മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റൂ. ലെഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ലെഗ്രാൻഡിൻ്റെ മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റൂ. അതാത് പ്രൊപ്രൈറ്ററി പ്രൊഡക്ട്സ് മാത്രം വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് പ്രൊപ്രൈറ്ററി ബസ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ TIS എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, ലെഗ്രാൻഡ് ഉണ്ട്, ഫിലിപ്സ്, ഇതെല്ലാം പ്രൊപ്രൈറ്ററി ബസ്സിലുള്ളതാണ്. KNX ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KNX എന്ന് പറഞ്ഞ ഒരു വയർഡ് ഓട്ടോമേഷൻ്റെ ഒരു അസോസിയേഷനാണ്. ഈ അസോസിയേഷനിൽ ആർക്കൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടോ ആ പ്രൊഡക്റ്റ് എല്ലാം ഇൻ്റർ ഓപ്പറബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻ്ററോപ്പറബിളായി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ഒരു ഇൻ്റഗ്രേറ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് വെച്ച് കൊടുക്കുകയാണ്. 5 കൊല്ലത്തിന് ശേഷം ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ പോലും അന്നുള്ള KNX പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ നമ്മൾ എടുത്തു വെച്ചാൽ പോലും അത് വർക്ക് ചെയ്യും. ആ സാധനം KNXൻ്റെ ETS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ കോമ്പാറ്റബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഇൻ്റഗ്രേറ്റർ എന്നുള്ള രീതിയിൽ ഞങ്ങളാണ് പ്രൊഡക്റ്റ് ഇൻ്റഗ്രേറ്റ്, അല്ലെങ്കിൽ ആരെങ്കിലുമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. വേറൊരു ഇൻ്റഗ്രേറ്റർക്ക് ഈ പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തെടുക്കണമെങ്കിലും KNXൽ പോസിബിളാണ്. ബിക്കോസ് ഇത് ഇൻ്റഗ്രേറ്ററിന് ഡിപ്പെൻഡൻ്റ് അല്ല, ആരൊക്കെ KNX സർട്ടിഫൈഡ് ആണോ അവർക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് KNX ബസ് എന്ന് പറയുന്നത്. KNXൽ ഒരുപാട് ഇപ്പോൾ ഏകദേശം 700 കമ്പനികളുടെ അടുത്ത് KNXലുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ പാനസോണിക് ചെയ്യുന്നുണ്ട്, ഷ്നൈഡർ ചെയ്യുന്നുണ്ട്, ഗോൾഡ് മെഡൽ ചെയ്യുന്നുണ്ട്, GM മോഡുലർ, എക്സെട്ര. ഇനി നമ്മൾ വയർലെസ് ഓട്ടോമേഷനിലേക്ക് വരികയാണ്. വയർലെസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഒരു 2012 അല്ലെങ്കിൽ 2010 2012 വേൾഡ് മുഴുവനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കലി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് Z-Wave, പിന്നൊന്ന് ZigBee, പിന്നൊന്ന് BLE, പിന്നൊന്ന് ലോ പവർ BLE, വൈഫൈ, RF. സോ ഇത്രയും ഡിഫറെൻറ്റ് സീരീസ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് വയർലെസ്സിലുണ്ട്. വയർലെസ്സിലേക്ക് ഇത്രയും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്ന പ്രോട്ടോകോൾസാണ് ZigBeeയും Z-Wave ഒക്കെ. അത് കഴിഞ്ഞിട്ട് വന്നാണ് BLE, പിന്നെ ലോ പവർ BLE, വൈഫൈ, RF ഒക്കെ. അപ്പോൾ ഇതിൽ ഇത് ടെക്നോളജി ഏറ്റവും ലേറ്റസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് എല്ലാം വളരെ കൂടുതലാണ്. പക്ഷേ ഇത് പ്രൂവൺ മാർക്കറ്റിൽ നമുക്കൊരു 10 വർഷത്തിനടുത്തായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വരുന്ന കമ്പനികളെല്ലാം മാക്സിമം പോയി ഒരു 5 to 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളാണ്. ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന കാരണം ഇതിന് കോസ്റ്റ് കുറവാണ്. അപ്പോൾ ചെറിയൊരു ഏരിയയൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിത് മതി. അതേപോലെ തന്നെ ഇതിൻ്റെ ലൈഫും അത്യാവശ്യം മറ്റേതുപോലെ തന്നെ കിട്ടുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും സ്റ്റെബിലിറ്റിയുടെ കാര്യം നോക്കുന്ന സമയത്ത് വയേർഡാണ് ഇതിനേക്കാളും വളരെ മികച്ച് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് വയർലെസ് മതി. നെറ്റ്വർക്ക് പക്കയായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായി ഉപയോഗിക്കാം. പക്ഷേ നെറ്റ്വർക്ക് സ്ട്രെങ്ത്ത് കുറവാണ്, അല്ലെങ്കിൽ NRI ആണ്, ഫുൾ വീട് ഓട്ടോമേറ്റ് ചെയ്യണം, അവർക്ക് ഡൗട്ടൊന്നും ഉണ്ടാവരുതെന്നുണ്ടെങ്കിൽ നമുക്ക് വയേർഡ് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് എത്ര വലിയ ബിൽഡിംഗ് വേണമെങ്കിലും ചെയ്യാം. ഈവൻ ലുലു മോളോ അല്ലെങ്കിൽ ഇപ്പോൾ ദുബായ് മോളോ അല്ലെങ്കിൽ ബുർജ് ഖലീഫൊക്കെ വയേർഡ് ഓട്ടോമേഷൻ വഴിയാണ് ചെയ്തിരിക്കുന്നത്. വയർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെ വരെ നമുക്ക് വയർലെസ് ചെയ്യാം. ഞങ്ങളതിന് മുകളിലുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും
കുറവ്. അപ്പോൾ 3000 എന്നല്ല, ഒരു ഒന്നോ രണ്ടോ റൂംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വയർലെസ് മതി. വയറിലേക്ക് പോകുക തന്നെ വേണ്ട, വയർലെസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള മേജറായിട്ടുള്ള ഡിഫറൻസ് ഉള്ളത്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് പല ഇന്ത്യൻ ബ്രാൻഡുകളും ഉണ്ട്. Z-Wave യൂറോപ്യൻ ആണ്. പിന്നെ ഇതിൽ JRS, സ്മാർട്ട് നോഡ്, പല ബ്രാൻഡുകളും ഉണ്ട്, ഇന്ത്യൻ ബ്രാൻഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ കുറച്ചും കൂടെ റേറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ ഏകദേശം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.